നിഫ്റ്റി 50 മാർച്ച് 12 രണ്ടാം ദിവസം തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം 1% വരെ താഴേക്ക് പോയി. തിങ്കളാഴ്ച ഉണ്ടായിരുന്ന താഴ്ന്ന നിലയും ഇത് തകർത്തു. മാർക്കറ്റിൽ ഇപ്പോഴും ലോവർ ഹൈ ലോവർ ലോ ഘടന തുടരുന്നതായി കാണപ്പെടുന്നു. കൂടാതെ മൊമെന്റം സൂചകങ്ങളും മൂവിംഗ് ആവറേജുകളും താഴോട്ടാണ് നീങ്ങുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലെ അസ്ഥിരതയും ഇതിന് പ്രധാന കാരണമായി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഒരു ബാരലിന് $100 വരെ ഉയർന്നു. എണ്ണ കപ്പലുകൾക്ക് നേരെയുള്ള പുതിയ ആക്രമണങ്ങൾ കാരണം ഇതുണ്ടായി. ഇതോടെ ഇൻഫ്ലേഷൻ ആശങ്കയും ഗ്യാസ് വിതരണത്തിലെ നിയന്ത്രണങ്ങളും ശക്തമായി. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ റിസ്ക് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കുകയും വിദേശ സ്ഥാപന നിക്ഷേപകർ അഥവാ FIIകൾ തുടർച്ചയായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നിഫ്റ്റി 50ന്റെ അടുത്ത സപ്പോർട്ട് 23,500 എന്ന നിലയിലാണ്. ഈ സപ്പോർട്ട് തകർന്നാൽ 23,200 വരെ ഇടിവ് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതിനേക്കാൾ താഴേക്ക് പോയാൽ 22,700 അടുത്ത പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാം. മറുവശത്ത് 23,800 മുതൽ 24,000 വരെ മേഖല ഉടൻ കടക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് നിഫ്റ്റി 50 ഏകദേശം 200 പോയിന്റ് താഴ്ന്ന് 23,675 എന്ന നിലയിൽ തുറന്നു. പിന്നീട് 23,556 എന്ന ഇൻട്രാഡേ ലോ വരെ എത്തി. മുഴുവൻ ട്രേഡിംഗ് സെഷനിലും വിപണി ബിയറുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. അവസാനത്തിൽ സൂചിക 23,639 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. ഇത് 228 പോയിന്റ് അഥവാ 0.95% ഇടിവാണ്. ഡെയിലി ചാർട്ടിൽ ചെറിയ ബോഡിയുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ രൂപപ്പെട്ടിട്ടുണ്ട്. മുകളിലും താഴെയും ഷാഡോകൾ കാണപ്പെടുന്ന ഹൈവേവ് തരം ക്യാൻഡിൽ പാറ്റേൺ സ്വിംഗ് ലോവിൽ രൂപപ്പെട്ടതായി സൂചന നൽകുന്നു. സാങ്കേതിക സൂചകങ്ങൾ നോക്കുമ്പോൾ മൂവിംഗ് ആവറേജുകളും മൊമെന്റം സൂചകങ്ങളും ഇപ്പോഴും ബിയറിഷ് പ്രവണത തന്നെയാണ് കാണിക്കുന്നത്. പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ ശക്തമായി തിരികെ പിടിക്കാതെ വരെയെങ്കിലും ഷോർട്ട് ടൈം ട്രെൻഡ് സമ്മർദ്ദത്തിലായിരിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും ബിയറുകളുടെ സമ്മർദ്ദത്തിലായിരുന്നു. സൂചിക 635 പോയിന്റ് ഇടിഞ്ഞ് 55,101 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. ഡെയിലി ടൈം ഫ്രെയിമിൽ ചെറിയ ബോഡിയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ രൂപപ്പെട്ടു. മുകളിലും താഴെയും നീളമുള്ള ഷാഡോകളുണ്ടായിരുന്നു. ഇത് ഉയർന്ന നിലകളിൽ സമ്മർദ്ദവും താഴ്ന്ന നിലകളിൽ ചില വാങ്ങൽ താൽപ്പര്യവുമുണ്ടെന്ന സൂചന നൽകുന്നു. ഇന്ന് 360-ലധികം ഓഹരികൾ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇതിൽ ഹെക്സാവെയർ ടെക്നോളജീസ്, ജുബിലന്റ് ഫുഡ് വർക്ക്സ്, 5 സ്റ്റാർ ബിസിനസ്, CE ഇൻഫോ സിസ്റ്റംസ്, വരുൺ ബെവറേജസ്, ജ്യോതി ലാബ്സ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ITC ഹോട്ടൽസ്, ലെമൺ ട്രീ, ട്രെൻഡ്, KPIT ടെക്നോളജീസ്, ജ്യോതി CNC ഓട്ടോ, സ്വിഗ്ഗി, കോൾഗേറ്റ് പാമോലീവ്, സെറ സാനിറ്ററി, ഏജിസ് ലോജിസ്റ്റിക്സ്, IRCTC എന്നിവ ഉൾപ്പെടുന്നു. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് പോയതോടെ വിപണിയിൽ ബിയറുകൾ ശക്തമായി പിടിമുറുക്കുന്ന സാഹചര്യം കാണുന്നു. ദുർബലമായ ആഗോള സൂചനകൾ, രൂപയുടെ മൂല്യത്തകർച്ച, കൂടാതെ വിദേശ സ്ഥാപന നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന എന്നിവയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു. ഇപ്പോൾ അമേരിക്ക-ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റും പുറത്തുവന്നു. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ജോൺസ് ആക്ട് എന്ന നിയമത്തിൽ താൽക്കാലിക ഇളവ് നൽകുന്നത് പരിഗണിക്കുന്നു. US തുറമുഖങ്ങൾക്കിടയിലെ എനർജി, കൃഷി ചരക്കുകളുടെ ഗതാഗതം തുടരാൻ ഇതിലൂടെ സഹായിക്കാനാണ് ലക്ഷ്യം. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള എണ്ണ വിതരണം വലിയ രീതിയിൽ ബാധിച്ചു. വിദേശ കപ്പലുകൾ ആഭ്യന്തര ഗതാഗതത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ഇന്ധനക്ഷാമവും വിലവർധനവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിലയിരുത്തുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം ആഗോള വിപണികളിൽ വൻ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിച്ചു. സെൻസെക്സ് 6% ഇടിഞ്ഞതോടെ നിക്ഷേപകരുടെ സമ്പത്തിൽ നിന്ന് ഏകദേശം 23.44 ലക്ഷം കോടി രൂപ ഇല്ലാതായി. ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോളവും ഇന്ത്യൻ വിപണികളെയും ബാധിച്ചു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് വീടുകളിലെ PNG വിതരണവും പൊതുഗതാഗതത്തിനുള്ള CNG വിതരണവും തടസ്സമില്ലാതെ തുടരുമെന്ന് ഉറപ്പു നൽകി. 2026 നാച്ചുറൽ ഗ്യാസ് സപ്ലൈ റെഗുലേഷൻ ഓർഡർ പ്രകാരം വീടുകളിലെ PNGയും പൊതുഗതാഗതത്തിനുള്ള CNGയും ഏറ്റവും മുൻഗണനാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനിയുടെ ഓഹരി ഉടമകൾ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡുമായി ലയിക്കുന്നതിനുള്ള നിർദ്ദേശം 96.68% വോട്ടോടെ അംഗീകരിച്ചു. ബ്ലാക്ക് സ്റ്റോൺ പിന്തുണയ്ക്കുന്ന ഈ ലയനത്തോടെ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ആശുപത്രി ശൃംഖല രൂപപ്പെടും. ഏകദേശം
42,000 മുതൽ 43,000 കോടി രൂപ വരെ മൂല്യമുള്ള ഈ സംയുക്ത കമ്പനി 28 നഗരങ്ങളിലായി 10,600-ലധികം ബെഡുകളുള്ള ആശുപത്രികൾ നടത്തും. ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലീഷ മൂപ്പൻ കമ്പനി മാർജിനുകൾ 200 മുതൽ 300 ബേസിസ് പോയിന്റ് വരെ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി പറഞ്ഞു. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം അടുത്ത പാദത്തിൽ ലയനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. GSP ക്രോപ്പ് സയൻസ് IPO സംബന്ധിച്ചും പ്രഖ്യാപനമുണ്ടായി. അഗ്രോ കെമിക്കൽ രംഗത്തെ GSP ക്രോപ്പ് സയൻസ് ലിമിറ്റഡ് കമ്പനിയുടെ 400 കോടി രൂപയുടെ IPO മാർച്ച് 16-ന് പൊതുജനങ്ങൾക്ക് തുറക്കും. ഓഹരി വില പരിധി 304 മുതൽ 320 രൂപ വരെയാണ്. ഉയർന്ന നിരക്കിൽ കമ്പനി മൂല്യം ഏകദേശം 1,489 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ മെഗാ IPOയ്ക്കായി ഏകദേശം 20 മുതൽ 21 വരെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കൊടക് മഹീന്ദ്ര ക്യാപിറ്റൽ, സിറ്റി ഗ്രൂപ്പ്, JM ഫിനാൻഷ്യൽ, JP മോർഗൻ ചേസ്, HSBC, മോർഗൻ സ്റ്റാൻലി എന്നിവ ഇതിലുൾപ്പെടുന്നു. ഈ IPO നിലവിലുള്ള ഓഹരി ഉടമകൾ ഓഹരികൾ വിൽക്കുന്ന ഓഫർ ഫോർ സെയിൽ രീതിയിലായിരിക്കും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെമസെക് ഹോൾഡിംഗ്സ് എന്നിവ പ്രധാന നിക്ഷേപകരാണ്. പ്രക്രിയ മേൽനോട്ടം വഹിക്കാൻ റോഡ്ഷെയിൽ ആൻഡ് കമ്പനി സ്വതന്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് ചില വ്യാവസായിക ഉപഭോക്താക്കൾക്ക് ഗ്യാസ് വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. ചില വിതരണക്കാർ വിതരണം കുറച്ചതോടെയാണ് ഈ സാഹചര്യം. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം ഇന്ത്യയുടെ എനർജി വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ LNG വാങ്ങുന്ന രാജ്യവും 2ാമത്തെ വലിയ LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യവുമാണ്. ആൽഫാഗ്രപ്പ് എന്ന ആഗോള ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് സ്ഥാപനത്തിന് സെബിയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ലൈസൻസ് ലഭിച്ചു. 8,500 കോടി രൂപയ്ക്ക് മുകളിലുള്ള ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഈ സ്ഥാപനം ഡാറ്റാ സയൻസ്, AI അടിസ്ഥാനമാക്കിയ നിക്ഷേപ തന്ത്രങ്ങളുള്ള മ്യൂച്വൽ ഫണ്ട് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിൽ LPG വിതരണം ബാധിക്കാമെന്ന ആശങ്കയോടെ ഗ്രാമപ്രദേശങ്ങളിലെ LPG ബുക്കിംഗ് സൈക്കിൾ 25 ദിവസത്തിൽ നിന്ന് 45 ദിവസമായി സർക്കാർ വർദ്ധിപ്പിച്ചു. അതേസമയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അവരുടെ ശരാശരി മാസാന്ത വാണിജ്യ LPG വിതരണത്തിന്റെ 20% വ്യാവസായിക വാണിജ്യ ഉപയോക്താക്കൾക്ക് അനുവദിക്കുമെന്നും അറിയിച്ചു. ലോറസ് ലാബ്സ് ഓഹരി 2026 സാമ്പത്തിക വർഷത്തിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. 100-ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ ഓഹരിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ നിക്ഷേപകരുടെ ശ്രദ്ധ നേടുകയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇന്നു മുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുമായി കൂടിക്കാഴ്ചകളും റോഡ് ഷോകളും നടത്തും. അംബുജ സിമന്റ്സ് ലിമിറ്റഡും സാങ്കി ഇൻഡസ്ട്രീസ് ലിമിറ്റഡും തമ്മിലുള്ള ലയനം പ്രാബല്യത്തിൽ വന്നു. ഏപ്രിൽ 6 ഓഹരി അലോട്ട്മെന്റിനുള്ള റെക്കോർഡ് തീയതി. മനോരമ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏകദേശം 500 കോടി രൂപ സമാഹരിക്കാൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് സമാഹരിക്കാൻ ബോർഡ് അംഗീകാരം നൽകി. ഇന്ത്യയിലെ ഇന്നത്തെ സ്വർണ്ണവിലയും ശ്രദ്ധേയമാണ്. 24 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 16,055 രൂപ, 22 ക്യാരറ്റ് സ്വർണം 14,706 രൂപ, 18 ക്യാരറ്റ് സ്വർണം 12,041 രൂപ എന്നിങ്ങനെയാണ് നിലവിലെ വില.